കാട്ടുകോഴികളുടെ കൂടെ ആടിക്കുഴഞ്ഞു നിൽക്കാം, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം സെക്ഷൽ പെർവേർട്ട് അല്ലയോ ചേച്ചിമാരെ? ഈ ഇരട്ടത്താപ്പ് നാലായി മടക്കി അങ്ങ് പോക്കറ്റിൽ ഇട്ടോളണം. നിന്നെ പോലുള്ള അവളുമാർ കുരച്ചാലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രോമത്തിലേൽക്കില്ല. സോഷ്യൽ മീഡിയയിൽ അതിര് വിട്ടുപോകുന്ന സൈബർ ആക്രമണം കടുക്കുന്നു. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ, കോൺഗ്രസ് വനിതാ നേതാവ് MA ഷഹനാസ് എന്നിവരെ ലക്ഷ്യമിട്ട് തെറിവിളിയും കൊലവിളിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നെന്നാണോ? വിജയനെ പേടിക്കാതെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത് തിരിച്ചുവരുമെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. കൂടെ കട്ടയ്ക്ക് ഞങ്ങൾ ഉണ്ടാകും. ഏതവളുമാർ കുടുക്കാൻ ഉറക്കമില്ലാതെ പണിയെടുത്താലും അതൊന്നും ഏൽക്കില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയൻ, അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് വാദിച്ച ചേച്ചിമാരുടെ തനിക്കൊണം കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കാൻ കുറെ ചേച്ചിമാർ ഒന്നിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് പുറത്തു വരുന്നത് എന്നാണ് സൈബറിടം കത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി വാദിക്കുന്നത്. ഭരണകൂടത്തിന്റെയും മാധ്യമങ്ങളുടെയും കോൺഗ്രസിലെ ഒരു പറ്റം രാഹുൽ വിരോധികളുടെയും പിന്തുണയിൽ പാലക്കാട് MLAയെ ഒതുക്കാൻ നാണം കെട്ട കളി നടന്നുവെന്നാണ് സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ പൊട്ടിത്തെറി നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2, 3 പരാതിക്കാരികൾ ആരുടെയൊക്കെ പ്രേരണയിൽ കളിച്ചാലും രാഹുൽ പറഞ്ഞതുപോലെ തിരിച്ചു തരുന്ന പണി അത് നിങ്ങൾ താങ്ങില്ല എന്ന് രാഹുൽ ഗ്രൂപ്പിന്റെ ഭീഷണി. നടനും MLAയുമായ മുകേഷിനൊപ്പമുള്ള ചിത്രം KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് പങ്കുവച്ചിരുന്നു. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി ഇരച്ചിറങ്ങുകയായിരുന്നു. മുകേഷ് പുണ്യാളനായതുകൊണ്ട് ഷഹനാസ് ചിത്രം പങ്കുവച്ചു. സ്ത്രീപക്ഷത്താണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, പോരാടുന്നത്. രാഹുൽ മാറ്റി നിർത്തപ്പെടേണ്ടവനെന്ന് വാതോരാതെ പോരാടിയ ചേച്ചി മുകേഷിന്റെ കൂടെയുള്ള ചിത്രം പങ്കുവച്ച് സ്ത്രീപക്ഷം ഉയർത്തിപ്പിടിച്ചതിന് നല്ല നമസ്കാരം, നല്ല നടുവിരൽ നമസ്കാരം എന്നാണ് സൈബറിടത്തിൽ പൂരപ്പാട്ട് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഞരമ്പ് രോഗിയാണ്. അവന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് ഷാഫി പറമ്പിലിനോട് പരാതിപ്പെട്ടു. ഷാഫിക്കെല്ലാം അറിയാമെന്ന് തുറന്നടിച്ച് ഷഹനാസ് രംഗത്ത് വന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അന്നേ ഷഹനാസിന് നേരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. രാഹുൽ ഗ്രൂപ്പ് ഷഹനാസിനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. മുകേഷിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതോടെ സൈബർ കൂട്ടം അങ്ങിറങ്ങി. ഷഹനാസ് മാത്രമല്ല, മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയ്ക്ക് നേരെയും സൈബർ ആക്രമണം രൂക്ഷമാണ്. രാഹുൽ പെൺവേട്ടക്കാരനെന്ന് തുടക്കം മുതൽ വാദിക്കുന്നത് ലക്ഷ്മി പത്മയാണ്. അവൾക്കൊപ്പമാണ്, അങ്ങനെ ഒരു അതിജീവിതയുണ്ട് എന്ന് ഒന്നാം പരാതിക്കാരിയെ പിന്തുണച്ച് വാർത്തകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും പങ്കുവച്ച് ലക്ഷ്മി പത്മ കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ പങ്കുവച്ച ഒരു പോസ്റ്റ് രാഹുൽ ആർമിക്ക് വജ്രായുധമായി. ലക്ഷ്മി ന്യൂസ് മലയാളത്തിൽ നിന്ന് ബിഗ് TVയിലേക്ക് മാറിയിരുന്നു. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം സഹപ്രവർത്തകർക്കൊപ്പമുള്ള ഒരു ചിത്രം അവർ പങ്കുവച്ചു. ഇതിൽ വേണു ബാലകൃഷ്ണനൊപ്പം ചിരിച്ചു നിൽക്കുന്ന ചിത്രമാണ് കുരുക്കായത്. ലൈംഗികാതിക്രമ പരാതിയിൽ ഇതേ വേണുവിനെ മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളവരെ സമൂഹം മാറ്റി നിർത്തണമെന്ന് വാദിച്ച ലക്ഷ്മി അതേ പരാതി നേരിടുന്ന ആൾക്കൊപ്പം നിന്ന് ചിത്രമെടുത്തതും അയാളോടൊപ്പം ചാനലിൽ പ്രവർത്തിക്കുന്നത് എന്തുതരം മാതൃകയാണെന്ന് ലക്ഷ്മി പത്മയ്ക്ക് നേരെ ചാട്ടുളി പോലത്തെ ചോദ്യം വന്നു. സൗകര്യത്തിനനുസരിച്ച് ഈ ചേച്ചിമാർ നിലപാടും സ്ത്രീപക്ഷവും എടുത്ത് കക്ഷത്ത് വെക്കുമെന്ന് കടുത്ത വിമർശനം ഉയരുകയായിരുന്നു. ഈ രണ്ടുപേർക്ക് നേരെയും ഇപ്പോൾ സൈബറിടത്തിൽ വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ ആക്രമണം അതിരുവിട്ടതോടെ ഷഹനാസ് ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ ആരോപണങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പുറത്തുവരുന്നതിന് മുൻപത്തെ ചിത്രമാണിതെന്ന് ഷഹനാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു. മീടു ആരോപണമുള്ള ഒരു പീഡകനൊപ്പം വേദി പങ്കിടില്ല എന്നത് തന്റെ ജീവിതത്തിലെടുത്ത തീരുമാനമാണെന്ന് ഷഹനാസ് കുറിപ്പിൽ അടിവരയിട്ട് പറയുന്നു. ഷഹനാസിന്റെ കുറിപ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. സൈബർ ബുള്ളിയിങ് കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ സൈബർ ബുള്ളിയിങ് കാരണം ഞാൻ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അത് എത്ര പ്രാവശ്യം ആയിരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. എന്നെപ്പോലെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ച ചൂഷണം പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ എത്ര സ്ത്രീകളെ നിങ്ങൾ കൊല്ലാതെ കൊന്നിട്ടുണ്ട്. അതും സത്യം പകൽ പോലെ വെളിച്ചത്തിൽ നിങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നാലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾ എത്ര മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല. ഞാൻ എങ്ങാനും പെട്ടെന്ന് ദുരൂഹമായി മരിച്ചുപോയാൽ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ മകൾ അടക്കമുള്ളവരോട് ഞാൻ പറയാറുണ്ട് അതാരെങ്കിലും എന്നെ തല്ലിക്കൊന്നതായിരിക്കുമെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, സൈബർ സ്പേസ് അത് ഏത് രാഷ്ട്രീയമാവട്ടെ അവരുടെ ബുള്ളിയിങ് കാലാകാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തൊലിക്കെട്ടി തന്നെയാണ്.
ഈ നിമിഷവും കടന്നുപോകും. വിചാരിച്ചു നിൽക്കാൻ ഇതെനിക്ക് അത്ര മോശമായ അവസ്ഥയുമല്ല. ഇതിനേക്കാൾ മോശം അവസ്ഥയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിലെത്തിയത്. അല്ലെങ്കിലും പ്രതികരിച്ചതിന്റെ പേരിൽ കാലാകാലങ്ങളിൽ നിങ്ങളൊക്കെ തന്ന മോശം പേരുകൾ ഇനി ഒരു കാലത്തും വരാനുമില്ല. അതിനപ്പുറം ഒരു പെണ്ണിനെ, ഒരു മനുഷ്യനെ പറയാനുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം ചില പ്രിയപ്പെട്ട ആളുകൾ പറഞ്ഞതുകൊണ്ടാണ്. 2023 നിയമസഭാ പുസ്തകോത്സവത്തിൽ മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ സ്റ്റാള് സന്ദർശിച്ച മുകേഷ് MLAയും ഞാനും ഉള്ള ഒരു ഫോട്ടോ പലയിടത്തും ഷെയർ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേർക്ക് വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ്. ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇല്ലാ കഥകൾ പറഞ്ഞാകരുത് നിങ്ങളുടെയൊക്കെ നിലപാടുകൾ. 2024 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷമാണ് സിനിമയിലെ പല യുവതികളും തുറന്നുപറച്ചിലുകൾ നടത്തിയത്. ഒരുപാട് സ്ത്രീകൾ വേട്ടക്കാർക്കെതിരെ എഴുതിയത്. അന്നത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്തിനെതിരെ ഒരു അന്യനാട്ടിലെ ഒരു നായിക തുറന്നുപറച്ചിൽ നടത്തിയത്. മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നത്. സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്ക് തന്റേടം നൽകുന്ന സമയത്ത് തന്നെയാണ് സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അടക്കം ഇരയെ മോശമായി നടത്തിയ പ്രസ്താവനകൾ ഉണ്ടായത്. ആ സമയങ്ങളിലൊക്കെ സ്ത്രീ പീഡകരായ ഇവർക്കൊക്കെ എതിരെയും മന്ത്രിയായിട്ട് പോലും സ്ത്രീകളുടെ പരാതിക്ക് ഒരു പ്രാധാന്യം നൽകാത്ത മന്ത്രി സജി ചെറിയാനെതിരെയും പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും ചാനലുകളിൽ ഉള്ള വാർത്തയാണ്. ലിങ്ക് താഴെ കൊടുക്കുന്നു. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടു പോകുന്ന ചില ഫോട്ടോകൾക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി, ഞാനല്ല. മീടു ആരോപണം വരുന്ന ഒരു പീഡകന്റെയും ഒപ്പം വേദി പോലും പങ്കിടില്ല എന്നത് ജീവിതത്തിലെടുത്ത തീരുമാനമാണ്. അതെല്ലാ കാലത്തും ജീവിതത്തിൽ പ്രായോഗികമാക്കി എൻ്റെ മനസാക്ഷിയോട് കൂറു പുലർത്തേണ്ട ഒന്നാണ്. അതിനെയൊക്കെ നിങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അപമാനിച്ചു കളയാം എന്നൊരു തോന്നലുണ്ട്. എങ്കിൽ ഒന്നുകൂടി പറയുന്നു, എനിക്ക് അസാമാന്യ തൊലിക്കട്ടിയാണ്. നിങ്ങൾ എന്നെ എന്തൊക്കെ വിധത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചാലും അതിൽ തളരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. പറഞ്ഞു വരുന്നത് വർഷങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഈ കാലങ്ങളിലൊക്കെയും മനസ്സിലായത് ഒരുപാട് ബഹുമാനിക്കുന്ന, വായിക്കുന്ന, പ്രസംഗിക്കുന്ന, രാഷ്ട്രീയം, സിനിമാ, സാഹിത്യം ഇതിലൊക്കെയുള്ള മനുഷ്യരെക്കുറിച്ച് ഉള്ളു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ തരുന്നത്. അതിപ്പോൾ അവസാനമുണ്ടായ നിയമസഭാ പുസ്തകോത്സവത്തിലടക്കം. അതിനൊന്നും ജാതിയല്ല, മതമില്ല, വർണ്ണമില്ല, എന്തിന് ലിംഗവ്യത്യാസം പോലുമില്ല. അത്രയും മനുഷ്യരെ ചൂഷണം ചെയ്തവരെ ഒക്കെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലുണ്ട്. അവരോട് മിണ്ടിയതിന്റെ, ഈ പറഞ്ഞ ഫോട്ടോ എടുത്തതിന്റെ അപമാനമുണ്ട്. എന്നാലും ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയില്ല, എനിക്കിങ്ങനെ ഒരു അനുഭവം അയാളിൽ നിന്ന്, അവളിൽ നിന്നുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന്. ഇരയ്ക്കൊപ്പം തന്നെയാണ് ഏതു കാലത്തും. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെളിവുകൾ മനസ്സിലാക്കി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇട്ട പോസ്റ്റ് റിമൂവ് ചെയ്യുകയോ മാറ്റിപ്പറയുകയോ ചെയ്തിട്ടില്ല. അതെന്റെ ആത്മവിശ്വാസമാണ്. തെറ്റ് ചെയ്യാത്ത ഒരാൾക്കെതിരെയും എഴുതിയിട്ടും ഇല്ല, മരണത്തിന് വിട്ടുകൊടുത്തിട്ടുമില്ല. ഇതായിരുന്നു MA ഷഹനാസ് പങ്കുവച്ച ആ ഒരു കുറിപ്പ്. അതായത് അവർ പറയുന്നത് മുകേഷിനെതിരെ മീടു ആരോപണം വരുന്നതിന് മുൻപെടുത്ത ചിത്രമാണ്. അതാണ് പലരും ഇപ്പോൾ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത്തരക്കാരോട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എന്നെ ഏതൊക്കെ രീതിയിൽ ബുള്ളിയിങ് ചെയ്താലും സൈബർ ആക്രമണം നടത്തിയാലും അതൊന്നും എനിക്ക് ഏശില്ല, അത്ര തൊലിക്കട്ടിയാണ് എനിക്ക് എന്ന് തന്നെയാണ് ഷഹനാസ് പങ്കുവയ്ക്കുന്നത്.